Now, the Election Commission has sent a notice to Congress MP Jairam Ramesh after the Congress leader claimed that the Home Minister is calling DMs to tweak the results across the country. 2024 ഇപ്പോൾ നടക്കുന്ന ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്താണ്? ഇന്ത്യ മുന്നണി ജയിക്കുമോ അതോ EVM ദൈവം ജയിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. സ്വതന്ത്രവും നീതിയുക്തവുമായ ഒരു തെരഞ്ഞെടുപ്പ് ഈ സമയത്ത് ഇന്ത്യയിൽ നടന്നാൽ ഇന്ത്യ മുന്നണി തന്നെ അധികാരത്തിൽ വരുമെന്ന് കാണിക്കുന്നതാണ് സംഘികളും സംഘപരിവാറും, ഞാൻ സംഘിയല്ല ടീമും അല്ലാത്തവരെല്ലാം പറയുന്ന എല്ലാ ഡാറ്റ, ഡോക്യുമെന്റ്, പഠനങ്ങൾ, അനാലിസിസുകളെല്ലാം അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. തെരഞ്ഞെടുപ്പ് തുടങ്ങുമ്പോൾ തന്നെ നരേന്ദ്രമോദിയും കൂട്ടരും 400 എന്ന് പറഞ്ഞു തുടങ്ങുകയും അത് ഗോദി മീഡിയ ഏറ്റുവിളിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുമ്പോൾ, കഴിഞ്ഞ 1.5 മാസത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാകുമ്പോൾ യാഥാർത്ഥ്യബോധമുള്ള എല്ലാ കണക്കുകളും, നിഷ്പക്ഷമായ എല്ലാ കണക്കുകളും കാണിക്കുന്നത് ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് വരുമെന്നാണ്. എന്നാൽ അവിടെയും നരേന്ദ്രമോദിയെ സഹായിക്കാൻ എത്തുന്നത് ഇതേ ഗോദി മീഡിയ തന്നെയാണ്. എക്സിറ്റ് പോളുകളിൽ 350 മുതൽ 400 സീറ്റുകൾ വരെയാണ് നരേന്ദ്രമോദിക്ക് അവർ വാരിക്കോരി നൽകുന്നത്. എന്തിനാണത്? ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ ഇന്ത്യ മുന്നണി ജയിക്കുമെന്നായിട്ടും എന്തുകൊണ്ട് എക്സിറ്റ് പോളുകൾ ഇങ്ങനെയായി? വോട്ട് എണ്ണുമ്പോൾ ജയിച്ചു വരുമ്പോൾ മോദി ജയിച്ചാൽ ആളുകൾ ഞെട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയാണത്. ഇതെങ്ങനെ എന്ന് പെട്ടെന്ന് ആളുകൾ വോട്ടെണ്ണലിന്റെ അന്ന് വന്ന് ചോദിക്കരുത്. എക്സിറ്റ് പോളുകൾ വഴി മനുഷ്യരെ പരുവപ്പെടുത്തി ബ്രെയിൻ വാഷ് ചെയ്യുകയാണ്. നമ്മൾ പറയണം, ശരിയായിരിക്കും, എക്സിറ്റ് പോളുകളിൽ 400 എന്ന് പറഞ്ഞിരുന്നല്ലോ, എണ്ണിയപ്പോ 350 അല്ലേ കിട്ടിയുള്ളൂ, ഇത് ശരിയായിരിക്കും എന്ന് നമ്മൾ പറയണം. എന്തൊരു അപകടകരമായ അവസ്ഥയാണ് നമുക്ക് മുന്നിലുള്ളതെന്ന് നോക്കൂ. അതിനോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ന് പറയാനുണ്ട്. വളരെ ഗുരുതരമായ ഒരു ആരോപണം ഉയർന്നിരിക്കുകയാണ് അമിത്ഷായ്ക്കെതിരെ. തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള ജില്ലാ കളക്ടർ അടക്കമുള്ള 150 ഉദ്യോഗസ്ഥന്മാരോട് അമിത്ഷാ സംസാരിച്ചു എന്ന വാർത്തയാണിത്. എന്തിനാണ് ഈ വോട്ടെണ്ണലിന്റെ തൊട്ടുമുമ്പ് ആഭ്യന്തരമന്ത്രിയും BJPയിലെ രണ്ടാമനുമായ അമിത്ഷാ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ളവരെ വിളിച്ച് സംസാരിക്കുന്നത്? എന്തിനു വേണ്ടിയായിരിക്കും? ഈ സമയത്ത് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? അദ്ദേഹത്തിന് എന്താണ് അവരെ അറിയിക്കാനുള്ളത്? ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശരിക്കും ഇല്ലേ? അവർ ചത്തുപോയോ? ശരിക്കും അമിത്ഷായും നരേന്ദ്രമോദിയും നേരിട്ടാണോ ഇവിടെ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്? ഇതാണോ സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്? കോൺഗ്രസിന്റെ നേതാവായ ജയറാം രമേശ് ആണ് ഇത് സംബന്ധിച്ചുള്ള ആരോപണം ഉയർത്തിയത്. ഇതിന് പിന്നാലെ കോൺഗ്രസ് അത് ഏറ്റെടുത്തു. കോൺഗ്രസ് പറയുന്നത് ഇതിൽ സംശയമുണ്ട്, തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടിയാണോ ഇത്തരം നീക്കങ്ങളെന്ന് സംശയമുണ്ടെന്നാണ്. ജയറാം രമേശ് എക്സിൽ എഴുതിയത്, സ്ഥാനമൊഴിയുന്ന ആഭ്യന്തരമന്ത്രി DMOമാരെ, കളക്ടർമാരെ നേരിട്ട് വിളിക്കുന്നു. ഇതുവരെ 150 പേരോട് സംസാരിച്ചു കഴിഞ്ഞു. ഇത് നഗ്നവും ധിക്കാരപരവുമായ ഭീഷണിയാണ്. ഇത് BJPയുടെ നിരാശയാണ്, തെരഞ്ഞെടുപ്പിൽ ജയിക്കില്ല എന്ന നിരാശയാണ് കാണിക്കുന്നത്. വളരെ വ്യക്തമായി തന്നെ പറയട്ടെ, ജനങ്ങളുടെ ഇഷ്ടമാണ് വിജയിക്കുക. ജൂൺ 4-ന് മിസ്റ്റർ മോദിയും ഷായും BJPയും പുറത്തു പോകും. ഇന്ത്യ മുന്നണി വിജയിക്കും. ഉദ്യോഗസ്ഥർ ഒരു സമ്മർദ്ദത്തിനും വിധേയരാകരുത്. നിങ്ങൾ ഭരണഘടന ഉയർത്തിപ്പിടിക്കണമെന്നാണ് ജയറാം രമേശ് എക്സിൽ എഴുതിയത്. സത്യത്തിൽ ഇത് ഉദ്യോഗസ്ഥരെ ഭയപ്പെടുത്താനും സ്വാധീനിക്കാനുമുള്ള വളരെ വൃത്തികെട്ട നീക്കമായി ഇങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അത് വൃത്തികേടാണ്. അട്ടിമറി നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് അമിത്ഷായുടെ നടപടിയെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായി കാണണമെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. വലിയൊരു ആരോപണമായതുകൊണ്ടായിരിക്കാം ചത്തുകിടന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പെട്ടെന്ന് ജീവൻ വെച്ച് ഇന്നലെ എഴുന്നേറ്റ് വന്നു. ഞങ്ങൾ കാര്യങ്ങൾ അന്വേഷിക്കാൻ, നിങ്ങൾ തെളിവുകൾ താ എന്ന് പറഞ്ഞു. ജനങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാൻ ഇന്നുച്ചയ്ക്ക് 12 മണിക്ക് അവർ വാർത്താ സമ്മേളനം നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ ആദ്യത്തെ വാർത്താ സമ്മേളനം. ഇത്രയ്ക്കും വലിയ ആരോപണം ഉയർന്നിട്ടും അവർക്ക് ജയറാം രമേശിനെ ചോദ്യം ചെയ്ത് പീഡിപ്പിക്കാനാണ് കൂടുതൽ താല്പര്യം. നിങ്ങൾ തെളിവുതാന്ന് ഇത്തരം ആരോപണങ്ങൾ ഉയർത്തിയാൽ അത് തെരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യതയെ ബാധിക്കുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. ജയറാം രമേശ് തന്നെ പോയിട്ട് തെളിവ് കൊടുത്ത് എല്ലാം കഴിച്ച് എല്ലാം ക്ലീൻ ആക്കണം. ഇന്ത്യ മുന്നണിയും പ്രതിപക്ഷ നേതാക്കളും തെളിവ് നൽകിയ എത്ര പരാതികളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് നടപടിയാണ് എടുത്തതെന്നുള്ളൊരു ചോദ്യം ഇവിടെ ഉയരുന്നുണ്ടല്ലോ. എക്സിറ്റ് പോളുകളിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള പരിപാടിയാണെന്ന് ഇന്ത്യ സഖ്യം വിശ്വസിക്കുന്നുണ്ട്. അവർ എക്സിറ്റ് പോളുകളെ തള്ളിപ്പറയുകയും ചെയ്യുന്നു. ഇന്നലെ അവർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ടിട്ട് വലിയൊരു പരാതി നൽകി. അതിൽ പറയുന്നത് വോട്ടെടുപ്പ് സുതാര്യമാകണമെന്നാണ് പ്രധാനമായും ഇന്ത്യ മുന്നണി ആവശ്യപ്പെട്ടത്. പോസ്റ്റൽ ബാലറ്റുകൾ ആദ്യം എണ്ണി ഫലം പ്രഖ്യാപിക്കണം. അതിനുശേഷം മാത്രമേ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിലെ വോട്ടുകൾ എണ്ണാൻ പാടുള്ളൂ എന്നാണ് നേതാക്കൾ കമ്മീഷനോട് ആവശ്യപ്പെടുന്നത്. കാരണം ഫോം സിയിൽ ബൂത്ത് തിരിച്ചുള്ള വോട്ടിംഗ് കണക്കുകൾ ലഭ്യമാക്കണം എന്നും അവർ ആവശ്യപ്പെട്ടു. എന്നാൽ കമ്മീഷൻ ഇതിനോട് പോസിറ്റീവായിട്ടോ പ്രതികരിച്ചില്ല. പോസ്റ്റൽ ബാലറ്റുകൾ ആദ്യം എണ്ണണം എന്ന് പറയുന്നത് വെറുതെ പറയുന്ന കാര്യമല്ല. പോസ്റ്റൽ ബാലറ്റുകൾ എന്ന് പറയുന്നത് ഒരു ട്രെൻഡാണ്, ഒരു വോട്ടിംഗ് ട്രെൻഡാണ്. അതിൽ വലിയ കൃത്രിമം ഒന്നും സാധ്യമല്ല.
ആ ട്രെൻഡ് എങ്ങനെയാണോ EVM എണ്ണുമ്പോഴും അതേ ട്രെൻഡ് തന്നെ വരുമോ എന്നറിയാൻ വേണ്ടിയാണ് ആദ്യം പോസ്റ്റൽ ബാലറ്റ് എണ്ണണം എന്നിവർ ആവശ്യപ്പെടുന്നത്. കാരണം പലയിടങ്ങളിലും പല ചിഹ്നത്തിൽ കുത്തിയാലും താമര വിരിയുന്ന ഒരു രോഗം പല വാർത്തകളിലായിട്ട് നമ്മൾ മുമ്പ് കണ്ടിരുന്നുണ്ട്. പ്രതിപക്ഷത്തിന് സംശയമുണ്ട് ഇക്കാര്യത്തിൽ. വോട്ടിംഗ് മെഷീനുകൾ വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്ക് എത്തിക്കുന്നത് ചിത്രീകരിക്കണം, വീഡിയോ ചിത്രീകരിക്കണം. കൺട്രോൾ യൂണിറ്റിലെ തീയതികളും സമയവും പരിശോധിക്കണം. രാഷ്ട്രീയ പാർട്ടികളുടെ പരാതികൾക്ക് നിരീക്ഷകർ വേണ്ട നിർദ്ദേശങ്ങൾ നൽകണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇന്ത്യ മുന്നണിയുടെ നേതാക്കൾ കമ്മീഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചത്തു കിടക്കുകയാണല്ലോ. അത് മൂകനും ബധിരനും ഊമയുമായതുകൊണ്ട് ഇതൊക്കെ കേട്ടു, പക്ഷെ കാമ തിരിച്ചു മിണ്ടിയിട്ടില്ല. ഇന്ന് എന്തെങ്കിലും പറയുമോ നോക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും യോഗി ആദിത്യനാഥും ഒക്കെ തെരഞ്ഞെടുപ്പ് പ്രചാരണം നയിച്ചത് മതവും ജാതിയും വർഗീയതയും വിശ്വാസവും പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെ പാടില്ലെന്ന് അടിസ്ഥാന നിയമമാണ് ഈ നാട്ടിലെ. അങ്ങനെ പാടില്ലെന്ന് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളിലുണ്ട്. എന്ത് നടപടിയാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്ത്? 117 പരാതികളാണ് പ്രതിപക്ഷം തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് കമ്മീഷന്റെ മുന്നിൽ കൊടുത്തത്. ഒന്നിലും നടപടി ഉണ്ടായിട്ടില്ല. അതുകൂടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദ്വേഷ പ്രസംഗങ്ങൾക്കെതിരായിട്ട് 14 പരാതികൾ നൽകിയിട്ടുണ്ട്. പ്രധാനമന്ത്രിക്കെതിരെ മാത്രം ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. നരേന്ദ്രമോദി നടത്തിയ പ്രസംഗങ്ങൾ നമ്മളൊക്കെ കേട്ടതാണ്. എത്രമാത്രം വിദ്വേഷമുള്ളതായിരുന്നു ആ പ്രസംഗങ്ങൾ. എന്നിട്ടും ഇലക്ഷൻ കമ്മീഷന് മാത്രം അതിൽ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നില്ലത്രേ. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ കൃത്രിമം നടന്നിട്ടില്ലെന്ന് ഉറപ്പുവരുത്താനുള്ള കൗണ്ടിംഗ് ഏജന്റുമാർക്കുള്ള ചാർട്ട് രാജ്യസഭാ MPയും മുതിർന്ന അഭിഭാഷകനുമായ കപിൽ സിബൽ പുറത്തുവിട്ടത് ഒരാഴ്ച മുൻപാണ്. മെഷീൻ തുറന്ന സമയം ജൂൺ 4 തന്നെയാണെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി എങ്ങനെയാണ് ഈ ചാർട്ട് ഉപയോഗിക്കാമെന്നാണ് കപിൽ സിബൽ വിശദീകരിച്ചത്. വളരെ പ്രധാനപ്പെട്ടതായിരുന്നു അത്. കൺട്രോൾ യൂണിറ്റിന്റെ സീരിയൽ നമ്പറും ബാലറ്റ് യൂണിറ്റിന്റെ സീരിയൽ നമ്പറും VVPAT IDയും ഉപയോഗിച്ച് വോട്ടിംഗ് യന്ത്രം തുറക്കുന്നത് ജൂൺ 4 തന്നെയാണ് എന്ന് അവിടെ വോട്ടെണ്ണാൻ പോകുന്നവർ ഉറപ്പുവരുത്തണം. ഈ സമയത്തിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നാൽ വോട്ടിംഗ് യന്ത്രം മുൻപ് തുറന്നിട്ടുണ്ടെന്നാണ് അർത്ഥം. എല്ലാ കണക്കുകളും ഒത്തുനോക്കിയിട്ടാകണം റിസൾട്ടിന്റെ ബട്ടൺ അമർത്തേണ്ടത്. പരിശോധന കഴിയാതെ റിസൾട്ടിന്റെ ബട്ടൺ അമർത്തരുത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൗണ്ടിംഗ് ഏജന്റുമാരും ഇക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കൃത്രിമത്വം നടന്നിട്ടില്ലെന്ന് ഉറപ്പാക്കണം. ഇലക്ട്രോണിക് യന്ത്രത്തിൽ വോട്ട് ചെയ്ത സമയവും മറ്റുമടങ്ങുന്ന സുപ്രധാന വിവരങ്ങൾ ചുരുങ്ങിയത് 3 വർഷത്തേക്കെങ്കിലും സുരക്ഷിതമായിട്ട് സൂക്ഷിക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീം കോടതി നിർദ്ദേശം നൽകണമെന്നുള്ള വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ ചില നിർദ്ദേശങ്ങളാണ് കപിൽ സിബൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പ്രതിപക്ഷ പാർട്ടികൾ വളരെ മുന്നൊരുക്കത്തോടു കൂടിയാണ് വോട്ട് എണ്ണാൻ പോകുന്നത്. വോട്ടെടുപ്പ് കഴിഞ്ഞു, പക്ഷെ പ്രതിപക്ഷത്തിന്റെ തലവേദന ഇനി തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. വോട്ടെണ്ണൽ സുതാര്യമായിരിക്കണം, ജനവിധി ആയിരിക്കണം റിസൾട്ട് ആയിട്ട് വരേണ്ടത്. അല്ലാതെ ഗോദി മീഡിയയുടെ പ്രൊപ്പഗാൻഡ, എക്സിറ്റ് പോൾ അവരുടെ തെരഞ്ഞെടുപ്പ് ഫലമായി മാറാൻ പാടില്ല. ബ്രെയിൻ വാഷിംഗ് ചെയ്യുന്നതിൽ പലപ്പോഴും വാട്സാപ്പിനേക്കാൾ ഒരു പടി മുന്നിൽ നിൽക്കുന്നത് ഗോദി മീഡിയ ആണെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അതിന്റെ ഒരു ഉദാഹരണമാണ് ഇന്നലെ വന്ന എക്സിറ്റ് പോളുകൾ. ഈ എക്സിറ്റ് പോളുകൾ പുറത്തുവിട്ട് നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുകയാണ് 400 സീറ്റ് മോദിക്ക് കിട്ടുമെന്ന്, മോദി തന്നെ വീണ്ടും അധികാരത്തിൽ വരുമെന്ന്. ഇനി റിസൾട്ട് വരുമ്പോൾ നമ്മൾ അതങ്ങ് അംഗീകരിക്കാൻ വേണ്ടി പാകപ്പെട്ടിരിക്കുമല്ലോ, പരുവപ്പെട്ടിരിക്കുകയായിരിക്കുമല്ലോ. ഇന്നലെയും രാഹുൽ ഗാന്ധി ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട് 295 സീറ്റ് കിട്ടി, ഇന്ത്യ മുന്നണി തന്നെയാണ് അധികാരത്തിൽ വരിക എന്ന്. മതേതര വിശ്വാസികളൊക്കെ രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇന്ത്യ മുന്നണിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം എന്ന് ഞാനും കരുതുന്നു. ഈ വീഡിയോ കാണുന്ന എന്റെ പ്രേക്ഷകരായ ഒരുപാട് മനുഷ്യരും കരുതുന്നു. പക്ഷെ EVM ദൈവത്തിന് ആരാണ് മണികെട്ടുക എന്നതാണ് പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്ന ചോദ്യം. നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നവും അത് തന്നെയാണ്. അരവിന്ദ് കെജ്രിവാൾ ഇന്നലെ ജയിലിലേക്ക് മടങ്ങിപ്പോയി, ജാമ്യം തീർന്ന്. നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വന്നാൽ ഇനി എന്നാണ് അരവിന്ദ് കെജ്രിവാളിന് പുറത്തു വരാൻ പറ്റുക? വരാൻ പറ്റുമോ? അതോ സഞ്ജീവ് ഭട്ടിനെ പോലെ ജീവിതകാലം മുഴുവൻ തടവറയ്ക്കകത്ത് അദ്ദേഹം കിടന്നു പോകുമോ? തെരഞ്ഞെടുപ്പ് ഫലം വരും മുമ്പ് മോദി സത്യപ്രതിജ്ഞയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്താൻ തുടങ്ങിയിരിക്കുന്നു എന്ന വാർത്തകളാണ് വരുന്നത്. അതിനായിട്ടുള്ള 6-7 യോഗങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തു. അധികാരത്തിലെത്തിയാൽ ഉടൻ നടപ്പിലാക്കേണ്ട 100 ദിന കർമ്മ പദ്ധതിയൊക്കെ അദ്ദേഹം പ്ലാൻ ചെയ്ത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ജൂൺ 4 കഴിഞ്ഞാൽ EVM ദൈവം ജയിച്ചാൽ ഇന്ത്യയുടെ ഭാവി എന്താവും? ഇന്ത്യക്കാരുടെ ഭാവി എന്താവും? ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ, പ്രതിപക്ഷ പാർട്ടി നേതാക്കളൊക്കെ എങ്ങനെയാണ് ഇവിടെ ജീവിക്കുക? പിന്നെ ED, CBI, IT റെയ്ഡ് എന്തെല്ലാം ഉണ്ട് അല്ലെ? ഭരണഘടനാ സ്ഥാപനങ്ങളുടെ ഭാവി എന്തായിരിക്കും? നമ്മൾ ശരിക്കും എന്ത് ചെയ്യും? എങ്ങനെയാണ് നമ്മളും നമ്മുടെ രാജ്യവും സർവൈവ് ചെയ്യുക?